നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,451ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ 18,72,451ാമത്തെ ദിവസമാണ് ഇന്ന്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 13-ാം തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 7-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ്. ഇത് ശുക്ലപക്ഷമാണ്. തിഥി ഷഷ്ഠി തിഥിയാണ്. വൈകിട്ട് 8:22 വരെയുള്ള സമയത്താണ് ഷഷ്ഠി തിഥി വരുന്നത്. കരണം വരുന്നത് പന്നികരണമാണ്. രാവിലെ 7:08 വരെയുള്ള സമയത്താണ് പന്നികരണമുള്ളത്. നിത്യയോഗം ബ്രാഹ്മനാമ നിത്യയോഗമാണ്. അത് 2:12 വരെയുള്ള സമയത്താണ് നിത്യയോഗം ബ്രാഹ്മനാമ നിത്യയോഗം സംഭവിക്കുന്നത്. ഇന്ന് നാൾ ചോതി ആണ്. 11:38 വരെയാണ് ഉള്ളത്. ഞാറ്റുവേല മകം ഞാറ്റുവേലയാണ്. ഋതു വർഷ ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വെള്ളി. ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:18 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:31 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഈ ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഉത്തര ദിക്ക് ദക്ഷിണ ദിക്കുകളിലേക്ക് പോകുന്തോറും ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം ഇതിന് ഉണ്ടാകുന്നതാണ്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 12 മിനിറ്റ് 24 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏതാനും സെക്കൻഡുകൾ വെച്ച് ദിവസേന കുറയുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് രാഹുകാലം വരുന്നത് 10:53 തുടങ്ങി 12:24 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 7:50 തുടങ്ങി 9:21 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:27 തുടങ്ങിയിട്ട് 4:59 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മീനക്കൂറുകാർക്കാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങി 12:22 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ച് 12:26 മുതൽക്ക് 12:48 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും മറ്റും ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് ചോതി നക്ഷത്രമാണ്. 11:38 വരെയുള്ള സമയത്ത് ചോതി നക്ഷത്രമാണ്. ശാന്തി കർമ്മങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും ശില്പവിദ്യ, വാസ്തു, പുതിയ നൂതന ഭൂഷണധാരണം, നൂതന വസ്ത്രധാരണം മുതലായവയ്ക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. അതുപോലെ യജ്ഞോപവീതം ധരിക്കുക, പൂണൂൽ മാറുക, കൃഷി ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. അത് കഴിഞ്ഞ് വരുന്ന വിശാഖം നക്ഷത്രം പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. വസ്തു സംഗ്രഹം, ആഭരണം, അതുപോലെ ശില്പവിദ്യ, രഥാദി വാഹനങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വിശാഖം നക്ഷത്രം വരുന്നത്. അത് ശുഭമായിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലാത്തതാണ് വിശാഖം നക്ഷത്രം. ഷഷ്ഠി തിഥിയാണ് ഇന്ന് വരുന്നത്. ഉദയത്തിന് വരുന്നത് ശില്പകർമ്മങ്ങൾക്കും വാസ്തു സംബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ, ആഭരണം ഉണ്ടാക്കുക, യുദ്ധം ആരംഭിക്കുക ഇതിനും ആണ് ഷഷ്ഠി അനുകൂലമായിട്ടുള്ളത്. നമസ്കാരം.